അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് കാന വാഖവാത്ത് എന്നുള്ള പാഠം. അതുപോലെ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ലൈവായി ചെയ്തു. എന്നാലും അതിൽ ഓരോ വർക്കുകൾ കൂടി ഒന്ന് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ പദങ്ങളുടെ അർത്ഥങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അപ്പോൾ നിങ്ങളത് ചോദിക്കുക. ഒന്നാമത്തെ വർക്ക് എന്തായിരുന്നു? ബയ്യൻ കുല്ല ഇസ്മി വ ഖബറില്ലി കാന വ അഖ്വാത്തിയ ഫിൽ ജുമലില്ലാത്തിയ എന്നാണ് പറഞ്ഞത്. ഇതിലെ കാനയുടെ ഇസ്മി, കാനയുടെ ഖബർ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കാനായിരുന്നു. കാന മഹ്മൂദൻ ഷുജാഅൻ എന്ന് പറഞ്ഞാൽ മഹ്മൂദ് നല്ല ധീരനായിരുന്നു. അസ്ബഹൽ ഹിസാനു ജായൻ എന്ന് പറഞ്ഞാൽ രാവിലെ സമയത്ത് കുതിര വിശക്കുന്നതായി. പിന്നെ അടുത്തത് മൂന്നാം സോറൽ അവലു ആഖിറൻ ഒന്നാമത്തവൻ അവസാനത്തവനായി മാറി. ബാത്തൽ കൽബ് നായമൻ രാത്രി സമയത്ത് നായ ഉറങ്ങുന്നതായി എന്നർത്ഥം. ലൈസൽ മൈദാനു ഫസീഹൻ മൈതാനം വിശാലമായത് അല്ല. അംസൽ വനിയു ധനാഢ്യൻ പൈസക്കാരൻ വൈകുന്നേര സമയത്ത് ഫക്കീറൻ ദരിദ്രനായി മാറി. അൽഹസിജീനു തൊലീക്കൻ എന്ന് പറഞ്ഞാൽ ജയിൽ പുള്ളി സ്വതന്ത്രനായി മാറി. രാവിലെ സമയത്ത് ളുഹയുടെ സമയത്ത് സ്വതന്ത്രനായി. വല്ലൽ ഗൈനബു കസീറൻ മുന്തിരി രാത്രി സമയത്ത് അധികരിച്ചതായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ പദങ്ങൾ നിങ്ങൾക്ക് പഠിച്ചാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതിന് ശേഷം ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടാവും, അപ്പോൾ അതിലേക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കാന, അസ്ബ, സോറ, ബാത്ത, ലൈസ, ഹംസ, അള്ളഹ, വല്ല ഇവിടെയൊക്കെയാണ് എന്ത് ഫീലുകൾ. പിന്നെ അതിൻ്റെ കിസ്മുകളാണ് മഹ്മൂദ്, ഹിസാൻ, അവല്, കൽബ്, മൈദാൻ, വനിയ, സിജിന്, ഗിനബ്. പിന്നെ അതിൻ്റെ കാനയുടെ ഖബറാണ് ഷുജാ, അസ്ബയുടെ ഖബറാണ് ജായ, സോയുടെ ഖബറാണ് ആഖിർ, ബാത്തയുടെ ഖബർ നായിം, ലൈസയുടെ ഖബർ ഫസീഹ്, ഹംസയുടെ ഖബർ ഫക്കീർ, അള്ളഹയുടെ ഖബർ തൊലീക്ക്, ലല്ലയുടെ ഖബർ കസീർ. എല്ലാ ഉദാഹരണത്തിനും ഓക്കെ. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി അടുത്തത് അദ്ഖിൽ കാന അലാ കുല്ലി ജുംലത്തിൻ മിനൽ ജുംലാത്തി വഷ്കുൽ ആഖിറ കുല്ലി കലിമത്തിൻ ഫീഹ എന്ന് പറഞ്ഞത്. ഇവിടെ ഉദാഹരണങ്ങളിലേക്ക് 9 ഉദാഹരണങ്ങളിലേക്ക് കാനയെ പ്രവേശിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ഓരോ കലിമത്തിൻ്റെയും അവസാനം വ്യക്തമാക്കാനാണ്. അപ്പോൾ കാനൽ ഓരോന്നിലേക്കും കാനയെ കടത്തിയ ശേഷമുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. കാനൽ ഹാരിസ് മുസ്തൈഖിളൻ എന്നായിരിക്കും. ഹാരിസ് മുസ്തൈഖിൽ എന്ന് പറഞ്ഞാൽ പാറാവുകാരൻ, എന്താണ് പറയുക, കാവൽക്കാരൻ ഉണർന്നവനാണ് എന്നാണ് കേട്ടോ. അപ്പോൾ കാന വരുമ്പോൾ മുസ്തൈഖിളൻ എന്നാവും. രണ്ടാമത്തെ ആമു ഹാറുൻ, ഈ വർഷം നല്ല ചൂടുള്ളതാണ്. അപ്പോൾ അവിടെ കിടത്തിയാൽ കാനൽ ആമു ഹാറൻ, ചൂടുള്ളത് ആയിരിക്കുന്നു എന്നർത്ഥം കിട്ടും. മൂന്നാമത്തെ ഹിസാനും മുസ്രജുൻ എന്ന് പറഞ്ഞത്. ഹിസാൻ എന്ന് പറഞ്ഞാൽ കുതിര, മുസ്രജ് എന്ന് പറഞ്ഞാൽ ജീനി ഇടപ്പെട്ടത്. ജീനി അറിയാറല്ലോ, കുതിരപ്പുറത്തൊക്കെ വെക്കുന്ന ഇരിക്കാൻ ഉപയോഗിക്കുന്നത് ജീനി. അപ്പോൾ ആ ജീനി ഇടപ്പെട്ടതാണ് കുതിര, അതിൻ്റെ മേലെ ജീനി വിരിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അവിടെ കാന കിടക്കുമ്പോൾ കാനൽ ഹിസാനും മുസ്രജൻ എന്നാവും. അതുപോലെ തന്നെ കാനൽ ഹൗല മുംതലിഅൻ എന്നാവും. ഹൗല് പറഞ്ഞാൽ ഹൗല തന്നെ, മുംതലി എന്ന് പറഞ്ഞാൽ നിറഞ്ഞത്. അതുപോലെ തന്നെ കാനൽ മിഫ്താഹു ലോഇഅൻ എന്നാവും കേട്ടോ. കാനൽ മിഫ്താഹു ലോഇഅൻ എന്നായിരിക്കും. മിഫ്താഹ് ചാവി, ലോയ നഷ്ടപ്പെട്ടത്. പിന്നെ ദുഹാൻ എന്നുള്ളത് പുക, മുത്തസ്വായിദ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പൊങ്ങിയത് എന്നർത്ഥം. അപ്പോൾ കാന ദുഹാനു മുത്തസ്വായിദൻ എന്നായിരിക്കും. പിന്നെ അടുത്ത് അൽബാബു മഫ്തൂഹൻ എന്നുള്ളത് കാനൽ ബാബു മഫ്തൂഹൻ എന്നായി മാറും. വാതിൽ തുറന്നതാണ്. അൽഹാദിമു സേവകൻ, നായിമുൻ ഉറങ്ങിയവനാണ്. അന്നയിലു നെയിൽ നദി മുൻഹഫിദൻ, അത് താഴ്ന്നതാണ്. താഴ്ന്ന വെള്ളം താഴ്ന്നിരിക്കുന്നു എന്ന അർത്ഥത്തിനേക്ക്. അപ്പോൾ ഇതിലൊക്കെയുള്ള പദങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക, എന്നാൽ ഉദാഹരണങ്ങൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിരിക്കും. അടുത്തത് സ്വാറ അലാഖുൽ ജുംലത്തിൻ വഷ്കുൽ ആഖിറ കുൽ കലിമത്തിൻ ഫീ. ഈ ഉദാഹരണങ്ങളിലേക്ക് സ്വാറയെ കടത്തുക, എന്നിട്ട് അതിൻ്റെ അവസാനം വ്യക്തമാക്കി പറയുക എന്നാണ്. വ്യക്തമാക്കി പറയാനൊന്നുമില്ല, അങ്ങനെ കടത്തിയാൽ അതിൻ്റെ ഇസ്മ ഇവിടെ ഇസ്മാകുമ്പോൾ അത് റഫാവും. പിന്നെ അത് ഖബർ മുമ്പ് റഫാണ്, മുബ്തദ ഖബറിൽ റഫാണെങ്കിലും കാന ഇങ്ങനത്തെ ഫീലുകൾ കടന്നത് കൊണ്ട് എന്തായി മാറും, അത് നസ്ബായി മാറും. ആ ഷജറു മൂരിഖെന്ന് പറഞ്ഞാൽ മരത്തിൽ, ഷജറു മരമാകുന്ന മൂരിക്കുന്മ ഇല ഉള്ളതാണ് എന്നർത്ഥം, ഇല അധികരിച്ചതാണ് എന്നൊക്കെ അർത്ഥത്തിനിക്കാണ്. അപ്പോൾ ഇതിലേക്ക് സോറ കടത്തുമ്പോൾ സോറ ഷജറു മൂരിഖൻ എന്നാവും. അസ്തമറു നാലിജൻ, പയം പാകമായതാണ്. അപ്പോൾ സോറ കടത്തുമ്പോൾ സോറ തമറു നാലിജൻ എന്നാവും. അന്നൂർ ലയീഫൻ എന്നത് സോറൻ നൂറു ലയീഫൻ എന്നാവും. അതുപോലെ തന്നെ സോറൽ ഹവാ ഉ ബാരിദൻ, ഹവാ പറഞ്ഞാൽ കാറ്റ്, അന്തരീക്ഷം എന്നൊക്കെ, ബാരിദാണ് തണുപ്പുള്ളത്. ഖമർ പറഞ്ഞാൽ ചന്ദ്രൻ, മഖ്സൂഫ് എന്ന് പറഞ്ഞാൽ ഗ്രഹണം സംഭവിക്കപ്പെട്ടത്. മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം, മുസ്ലിം പറഞ്ഞാൽ ഇരുട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ സോറ കിടക്കുമ്പോൾ ഇസ്മെന്താവും മക്കാനു കമറു എന്നൊക്കെ ആയിരിക്കും. അതിൻ്റെ ഖബർ മഖ്സൂഫൻ മുസ്ലിമൻ എന്നൊക്കെ ആയിരിക്കും. പിന്നെ ജവ് പറഞ്ഞാൽ അന്തരീക്ഷം, ഹാർ എന്ന് പറഞ്ഞാൽ ചൂടുള്ളത്, മാ പറഞ്ഞാൽ വെള്ളം, റായിഖ് എന്നാൽ ശുദ്ധമായത്. നമ്മൾ അദബിൽ മുമ്പ് പഠിച്ചല്ലോ, ഖദ് റാഖ ഫീഹ മഷ്റബി എന്നുള്ളിടത്ത്.
അൽക്കബുഷ് പറഞ്ഞാൽ ആട്ടിൻകുട്ടി സെമീൻ എന്ന് പറഞ്ഞാൽ തടിച്ചത്. അപ്പോൾ ഇതിലേക്ക് സ്വാറ കടത്തുമ്പോൾ സ്വാറൽ കബുഷ് സെമീനൻ സ്വാറൽ മാ റായിഖൻ സ്വാറൽ ജവ്ഹാറൻ സ്വാറൽ മക്കാന മുതലിമൻ എന്നൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞത് ലൈസ അലാഖുൽ ജുംലത്തിൻ ജുമലാത്തിയ വഷ്കുലാഹ, ഇതിലേക്കൊക്കെ ലൈസെ കടത്തിയിട്ട് വ്യക്തമാക്കി പറയാനാണ്. അപ്പോൾ ലൈസൽ ബിനാവ് കവിയൻ എന്നാവും. ബിനാ പറഞ്ഞ ബിൽഡിങ്, കവിയ എന്നാണ് ഉറപ്പുള്ളത്. അപ്പോൾ ലൈസൽ ബിനാ കവി എന്ന് പറഞ്ഞാൽ ബിൽഡിങ് ഉറപ്പുള്ളതല്ല. രണ്ടാമത്തെ ത്വഹാമു ഷഹിയുൻ എന്നാണ്, ഭക്ഷണം നല്ല രുചികരമാണ്. അപ്പോൾ ലൈസ ത്വഹാമു ഷഹിയൻ എന്നായി മാറും. അല്ല അമ്രു ഹയ്യൻ അല്ലെങ്കിൽ മുഹീനുൻ എന്നൊക്കെയാണ്. അപ്പോൾ അവിടെ അല്ല ലൈസൽ അമ്രു മുഹീനൻ എന്നാവും. അമ്ര എന്ന കാര്യം, മുഹീൻ എന്ന് പറഞ്ഞാൽ നിസാരമായത് എന്നൊക്കെ അർത്ഥം. പിന്നെ അൽ മുദ്നിബ് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ, ഖായിഫ് എന്ന് പറഞ്ഞാൽ ഭയന്നവൻ. അപ്പോൾ ലൈസൽ മുദ്നിബ് ഖായിഫൻ എന്നാവും. ലൈസൽ ഹവാഹു നഖിയൻ, ഹവാഹ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, കാറ്റ്, വായു. ഹവാ നഖി എന്ന് പറഞ്ഞാൽ ശുദ്ധമായത്. വലത് പറഞ്ഞാൽ കുട്ടി, മരീദൻ എന്ന രോഗി. അപ്പോൾ ലൈസൽ വലതു മരീദൻ എന്നാവും. അതുപോലെ തന്നെ ലൈസൽ ജിദാറു മായിലൻ എന്നായി മാറും. ലൈസ അല്ല എന്നർത്ഥം കിട്ടുമല്ലോ. ജിദാർ പറഞ്ഞാൽ മതിലുകൾ, മായിൽ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞത്. കിത്ത് പറഞ്ഞാൽ പൂച്ച, ജായ് എന്ന് പറഞ്ഞാൽ വിശന്നത്. അല്ല ഹബില പറഞ്ഞാൽ കയറ്, മത്തീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള. അപ്പോൾ ഇതിലേക്കൊക്കെ ലൈസ് കിടക്കുമ്പോൾ ലൈസൽ കിത്തു ജായൻ ലൈസൽ ഹബിലു മത്തീനൻ എന്നായി മാറും കേട്ടോ. പിന്നെ അടുത്തത് ഹസ്ബഹയെ കടത്താനാണ് ഈ ഉദാഹരണങ്ങളിലേക്ക്. അപ്പോൾ ഇത് ഉദാഹരണങ്ങളിലേക്ക് ഹസ്ബഹയെ കടത്തുമ്പോൾ അസ്ബഹ ദീക്കു സ്വായിഹൻ. ദീക്ക് പറഞ്ഞാൽ പൂവങ്കോയി, സ്വായിഹ് എന്ന് പറഞ്ഞാൽ കൂവിയതാണ് എന്നർത്ഥം. പിന്നെ സറവ് മുബല്ലൻ എന്ന് പറഞ്ഞാൽ കൃഷി നനക്കപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ അസ്ബഹ കിടക്കുമ്പോൾ അസ്ബഹ സറവ് മുബല്ലൻ എന്നായി മാറും. അൽമാ ഉ ജാമിദുൻ എന്നുള്ളിടത്ത് അസ്ബഹ കിടക്കുമ്പോൾ അസ്ബഹൽ ജവ്വു ജാമിദൻ എന്നായി മാറും. അസ്ബഹൽ മാ ഉ ജാമിദൻ എന്നായി മാറും. അസ്ബഹൽ ഉസ്ഫൂർ മുഗരിദൻ, അസ്ബഹൽ ലബനു ഖാസിറൻ, അസ്ബഹൽ വബാബു കസീഫൻ, അസ്ബഹൽ വറദു മുഫത്തഹൻ, അസ്ബഹ തെൽമീദ് നഷീത്തൻ, അസ്ബഹ നീലു ഫായുലൻ എന്നായിരിക്കും കേട്ടോ എല്ലാത്തിലും. ഇനി അർത്ഥം നോക്കുക. ഉസ്ഫുർ പറഞ്ഞാൽ കുരുവി, മുഗരിദ് എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നത്, ജാമിദ് എന്ന് പറഞ്ഞാൽ ഉറച്ചത്, ലബൻ പറഞ്ഞാൽ പാല്, ഖാസിർ എന്ന് പറഞ്ഞാൽ തൈരായത്, ലബാബ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞ്, കസീഫ് എന്ന് പറഞ്ഞാൽ തിങ്ങിയത്, അത് വറുത് പറഞ്ഞാൽ പൂവ്, മുഫത്തഹ് എന്ന് പറഞ്ഞാൽ വിടർന്നത് അല്ലെങ്കിൽ തുറന്നത് എന്നൊക്കെ അർത്ഥത്തിനേക്കാണ് കേട്ടോ. തിൽമീദ് പറഞ്ഞ കുട്ടി, നഷീത്ത് പറഞ്ഞ ഉന്മേഷമുള്ളവൻ, നെയ്ൽ പറഞ്ഞ നെന്നതി, ഫായിൽ എന്ന് പറഞ്ഞാൽ കര കവിഞ്ഞ് ഒഴുകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഇനിയാണ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനുള്ള വർക്ക് കേട്ടോ. അത്മിമിൽ ജുംലൽ ആത്തിയ സുമ്മ ഉൽബിത്ത് അവാഖറ കലിമാത്തിഹ ബിഷക്കിലി എന്ന് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യണം? ഇവിടെ ഒഴിച്ചിട്ട ഭാഗങ്ങൾ പൂർത്തീകരിക്കണം. ഓക്കെ. കാനൽ ഹാക്കിമു ഡാഷ്. അവിടെ എന്താണ്? കാന എന്നുള്ളത് ഫെയില്, ഹാക്കിമു എന്നുള്ളത് ഇസ്മ്. ഈ ഉദാഹരണങ്ങൾ മൊത്തം 8 ഉദാഹരണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഏതാണ്? ഖബറുകളെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാത്തിൻ്റെയും ഇസ്മ ഇവിടെ ഉണ്ട്, ഖബറുകൾ ചേർത്ത് കൊടുക്കട്ടോ. കാനൽ ഹാക്കിമു, ഹാക്കിം ആയിരുന്നു, ഹാക്കിം ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഹാക്കിം എന്ന് പറഞ്ഞാൽ ജഡ്ജി അല്ലെങ്കിൽ വിധികർത്താവ് അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ നീതിന്യായ പ്രവർത്തകൻ എന്തായാലും പറ്റും. ഹാക്കിം എന്ന് പറഞ്ഞാൽ വിധിക്കുന്നയാൾ എന്നർത്ഥം. അപ്പോൾ കാനൽ ഹാക്കിമു ആയിരുന്നു, അവിടെ എന്താണ്? നല്ലൊരു ഖബർ അവിടെ ചേർത്ത് കൊടുക്കുക. ഖബർ മൻസൂബായിരിക്കട്ടെ, നല്ല ശ്രദ്ധിക്കണം. കാനൽ ഹാക്കിമു ആദിലൻ എന്നോ അല്ലെങ്കിൽ ഹബീബൻ എന്നോ അല്ലെങ്കിൽ എന്താ പറയുക, മുസ്തബിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ സ്വേച്ഛാധിപതി എന്നൊക്കെ പറയും. സ്വേച്ഛാധിപതി പറഞ്ഞാൽ സ്വയം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചിലവഴിക്കാൻ നിയന്ത്രിക്കുന്ന ആൾ എന്നർത്ഥം കേട്ടോ. അപ്പോൾ കാനൽ ഹാക്കിമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഖബർ ചേർത്ത് കൊടുക്കുക. രണ്ടാമത് സോറൽ അത് ശത്രു ആയി മാറി. അവിടെ എന്താ? ശത്രു ആയി മാറി. എന്താണ് ശത്രു ആയി മാറിയത്? അവൻ പരാജയപ്പെട്ടവനോ അവന് വിജയിച്ചവനോ അല്ലെങ്കിൽ അവന് സുഹൃത്തോ എന്തെങ്കിലും അവിടെ ഒരു ഖബർ ചേർത്ത് കൊടുക്കട്ടോ. പരാജയത്തുള്ളതിന് മഹ്സൂബ് എന്ന് പറയും, ഖായിബ് എന്ന് പറയും, ഖാസിർ എന്ന് പറയും. ഓക്കെ. പിന്നെ ലൈസദ് ദവാ ഓ മരുന്നല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ മരുന്നല്ല എന്തല്ല എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അവിടെ ഖബറായിട്ട് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് എഴുതുക. മരുന്ന് എന്തല്ല ഉപകാരമുള്ളതല്ല, നാഫിഅൻ അല്ലെങ്കിൽ സ്വാലിഹൻ നല്ലതല്ല എന്നോ എന്തെങ്കിലും നിങ്ങളൊരു ഖബർ ചേർത്ത് കൊടുക്കുക. പിന്നെ അസ്ബഹൽ ബനഫ്സജ്. ബനഫ്സജ് എന്ന് പറഞ്ഞാൽ കുങ്കുമച്ചെടിക്കാണ്, കുങ്കുമത്തിനാണ് അറിയുക ബനഫ്സജ് അറിയുക. അപ്പോൾ അവിടെ ഇസ്മുണ്ട്, അസ്ബഹ ഫീലുണ്ട്, അതിൻ്റെ ഖബർ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്താണ്? മുഫത്തഹ് എന്നോ അല്ലെങ്കിൽ മഫ്തൂഹൻ എന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പുതിയത് കണ്ടെത്തിയിട്ടെങ്കിൽ എഴുതുക. നല്ല സുഗന്ധമുള്ളത് എന്നോ എന്തായാലും പറ്റും കേട്ടോ. അടുത്ത വല്ലൽ ആദിലു, നീതിയായി. എന്തായത്? നീതി ആയത് എന്താണ്? ഖബർ നിങ്ങൾ എഴുതി കൊടുക്കുക. ബാത്തല്ലാലിമു എന്ന് പറഞ്ഞാൽ അക്രമി രാത്രി ചിലവഴിച്ചു അല്ലെങ്കിൽ രാത്രിയിലായിരുന്നു എന്തായിരുന്നു അവന്
രാത്രി കഴിച്ചു കൂട്ടിയത് അവന് നല്ല മഹബൂബായിരുന്നു അല്ലെങ്കിൽ മക്രൂഹായിരുന്നു എന്തെങ്കിലും അവിടെ ചേർത്ത് കൊടുക്കട്ടെ ഖബർ. അതുപോലെ തന്നെ അംസ സിജീനോ ജയിൽ പുള്ളി രാവിലെ സമയത്തായി. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ ഉദാഹരണങ്ങൾക്ക് നോക്കിയാൽ നല്ല അർത്ഥങ്ങൾ നല്ല വേർഡുകൾ കിട്ടും കേട്ടോ. അവിടെ പറഞ്ഞിട്ട് ത്വലീഖൻ സ്വതന്ത്രൻ, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഹുർറൻ എന്നോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തത് അലഹൽ മത്തറു മഴ രാവിലെ സമയത്തായി, ലുഹയുടെ സമയത്ത് മഴ ആയി, എന്തായി മാറി? വസീറൻ എന്നോ, വസീർ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. കസീറൻ എന്നോ അല്ലെങ്കിൽ കലീലൻ എന്നോ എന്തെങ്കിലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തത് യാമത്തതിൽ ഇവിടെ ഖബറുണ്ട് ഫീലുണ്ട്. അവിടെ ഇസ്മാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ യോജിച്ച ഇസ്മ നമ്മൾ ചേർത്ത് കൊടുക്കുക. കാന ഡാഷ് മുസ്തബിദൻ എന്നുണ്ട്. കാന അവിടെ കാന ആയിരുന്നു, മുസ്തബിദ്ദൻ അദ്ദേഹം സ്വേച്ഛാധിപതിയായിരുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ കാനക്ക് പറ്റിയൊരു ഇസ്മ അവിടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ലൈസ ആറൻ എന്ന് പറഞ്ഞത്. ലൈസ അല്ല ആറൻ. ആറൻ എന്ന് പറഞ്ഞാൽ കുറ്റം, കുറവ്, ആക്ഷേപം എന്നൊക്കെ. അപ്പോൾ ലൈസൽ അമലു അല്ലെങ്കിൽ ലൈസ സ്വതക്കത്തോ ആറൻ, സ്വതക്ക ചെയ്യൽ എന്തല്ല ആറൊന്നല്ല, മോശമായ കാര്യമല്ല എന്നോ അങ്ങനെ എന്തെങ്കിലും സിമ്പിളാക്കി എഴുതിയാൽ മതി. പിന്നെ മൂന്നാമത്തെ യബീത്ത് മുത്തവജ്ജിഅൻ. യബീത്ത് പറഞ്ഞാൽ രാത്രി സമയത്ത് അവൻ ചിലവഴിക്കുന്ന, രാത്രി ആവുന്നു. മുത്തവജ്ജിഅൻ വേദനയുള്ളവനാവുന്നു, രോഗിയെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യബീത്തുൽ മരീദ് മുത്തവജ്ജിഅൻ എന്നോ. അടുത്ത യുംസി മസ്റൂറൻ എന്നത് വൈകുന്നേര സമയത്ത് സന്തോഷിക്കുന്നവനാകുന്നു എന്ന് പറയുന്നു. ഓക്കെ, യുംസി വൈകുന്നേര സമയത്ത് ആവുക, മസ്റൂറൻ സന്തോഷിച്ചവൻ. അപ്പോൾ അതിന് പറ്റിയൊരു ഇസ്മി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് സോറ ഹുബസൻ എന്നുണ്ട്. സോറ അൽ അജീനു എന്ന മാവ് എന്ന്, അല്ലെങ്കിൽ സോറ ബുറു അല, അതുപോലെ തന്നെ ബുറ്, അതുപോലെ തന്നെ അറുസ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഹുബസ് എന്ന് പറഞ്ഞ റൊട്ടി എന്നാണ്. അപ്പോൾ ആയി തീർന്നു എന്നുള്ളതിൻ്റെ ഇസ്മാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്ത അസ്ബഹ സലീമൻ. അസ്ബഹൻ ആയി, സലീമൻ രക്ഷപ്പെട്ടവനായി എന്നൊക്കെയാണ്. അപ്പോൾ അസ്ബഹൽ മരീദു സലീമെന്നോ അസ്ബഹൽ മൽദൂഗ് എന്നൊക്കെ പറയും. എന്ത് തേള് കുത്തുന്നതിനേക്ക് മൽദൂഗ് കുത്തപ്പെട്ടത്, തേള് കുത്തപ്പെട്ടത്. അപ്പോൾ അസ്ബഹൽ മൽദൂഗു അല്ലെങ്കിൽ അസ്ബഹൽ മരീദു എന്നെങ്കിലും. ഓക്കെ, അടുത്തത് യലല്ലു മുസ്തഖിലൻ എന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? യലല്ലു ആകുന്നു, മുസ്തഖിലൻ. മുസ്തഖിലൻ എന്ന് പറഞ്ഞാൽ ജോലിയിലാകുന്നു എന്നൊക്കെ അർത്ഥം. അപ്പോൾ അവിടെ എന്താണ്? നല്ല പരിശ്രമിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പരിശ്രമിക്കുന്ന ജോലിക്കാരൻ, അല്ലെങ്കിൽ ആമിൽ മുസ്തഖിലൻ എന്നോ അല്ലെങ്കിൽ മുജിത്തഹിദ് മുസ്തഖിലൻ എന്നോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അടുത്ത യുലിഹി മുസ്ദഹിമൻ എന്നാണ്. യുലിഹി എന്താ അങ്ങാടി എന്നോ റോഡ് എന്നോ, യുലിഹി ഷാരിയോ അല്ലെങ്കിൽ യുലിഹി സൂക്കു മുസ്ദഹിമൻ എന്ന അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ. ഇവിടെയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഫീലുകൾക്കുള്ള ഇസ്മുകളാണ്. മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു ആ ഇസ്മുകൾക്കുള്ള ഖബറാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. ഇനി എട്ടാമത്തത് നിങ്ങൾ ചെയ്യേണ്ടത് കവ്യൻ സമാന ജുമലിൻ ദസ്തമിലെ കുല്ലിനത്തൈനി മിൻഹ അലൽ മുലാരി മിൻ കാന സോറ അസ്ബഹ ബാത്താദ് അല തർത്തീബ്. അപ്പോൾ 4 ഫീലുകൾ കാന സോറ അസ്ബഹ ബാത്ത, ഈ 4 ഫീലുകളുടെ മുലാരി വെച്ചിട്ട് ഉദാഹരണം എഴുതാനാണ്. അപ്പോൾ മുലാരി വെച്ചുണ്ടാകുമ്പോൾ ഫീല്, പിന്നെ ഒരു ഇസ്മ, പിന്നെ ഒരു ഖബർ, അങ്ങനെ വെച്ചിട്ട് 8 ഉണ്ടാക്കാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഒരു 4 നിങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കുക. 8 ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം, 4 നിർബന്ധമായിട്ട് ഉണ്ടാക്കുക. കാന മുലാരി യക്കൂനു, സോറ മുലാരി യസീറു, അസ്ബഹ മുലാരി യുസ്ബിഹു, ബാത്ത യബീത്തു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഇനിയാണ് കാര്യമായിട്ടുള്ള വർക്ക്. കവ്വിൻ ഹംസ ജുമലിൻ ഫി വസ്ഫിൽ ജവ്വി ബഹൈസു തബ്തദി കുല്ലു ജുംലത്തിൻ മിൻഹാ ബികാന. കാന കൊണ്ട് തുടങ്ങുന്ന ജവ്വ് എന്ന വിഷയത്തിൽ 5 ജുംലകൾ എഴുതുക. കാനൽ ജവ്വു മുഅ്തദിലൻ, കാനൽ ജവ്വു ഹാറൻ, കാനൽ ജവ്വു ബാരിദൻ, കാനൽ ജവ്വു ഖാരിസൻ, കാനൽ ജവ്വു മുത്മഇന്നൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വളരെ സിമ്പിളായിട്ട് ഒരു കാന ഉണ്ടായിരിക്കണം, ജവ്വ് ആയിരിക്കണം അതിലെ വിഷയം. ജവ്വ് പറഞ്ഞാൽ അന്തരീക്ഷം, വായു ഒക്കെയാണ്. അപ്പോൾ അത് വിഷയമാകുന്ന രൂപത്തിൽ 5 ഉദാഹരണങ്ങൾ എഴുതുക. അടുത്തത് കവ്വിൻ ഹംസ ജുമലിൻ ഫി വസ്ഫിൽ മായി ബൈസ് തബ്തദി കുല്ലു മിന്ന അസ്ബഹ. അസ്ബഹ വെച്ചിട്ട് ഉദാഹരണം എഴുതുക. അതിൽ വിഷയം വെള്ളം എന്നുള്ളതായിരിക്കണം. അസ്ബഹൽ മാഉ, അസ്ബഹൽ മാഉ, അസ്ബഹൽ മാഉ എന്ന് ഒരു ഖബർ ചേർത്തിട്ട് എഴുതുക. അസ്ബഹൽ മാഉ ബാരിദൻ, അസ്ബഹൽ മാഉ ഹാറൻ, അസ്ബഹൽ മാഉ സൽജൻ, അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ എഴുതുക. പിന്നെ അടുത്ത് കവിൻ ഹംസ ജുമലിൻ ഫി വസ്ഫിൽ കിതാബി ബിലൈസ എന്ന് പറഞ്ഞത്. കിതാബ് എന്നായിരിക്കണം അതിൽ ചർച്ച ചെയ്യേണ്ടത്. അതിൽ തുടങ്ങേണ്ടത് ലൈസ കൊണ്ടുമായിരിക്കണം. ലൈസൽ കിതാബു മുഫീദൻ, ലൈസൽ കിതാബു നാഫിയൻ, ലൈസൽ കിതാബു, അങ്ങനെ എന്തെങ്കിലും വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? ലൈസ വെച്ചിട്ട് ഉദാഹരണം എഴുതുക. ഓക്കെ, ലൈസൽ കിതാബു, കിതാബായിരിക്കണം വിഷയം. അതുപോലെ അടുത്തത് കവിൻ ഹംസ ജുമലിൻ ഫി വസ്ഫിൽ കസ്ലാൻ ലല്ല കൊണ്ട് തുടങ്ങുന്ന കസ്ലാൻ എന്ന വിഷയത്തിൽ 5 ഉദാഹരണങ്ങൾ എഴുതുക. ലല്ല കൊണ്ട് തുടങ്ങണം, കസ്ലാൻ എന്ന വിഷയത്തിലായിരിക്കണം,
അതുപോലെ തന്നെ 5 എണ്ണവും വേണം. അടുത്തത് കവിൻ ഹംസ ഫി വസ്ഫിൽ ആമിലി ബി അംസ. അംസ കൊണ്ട് തുടങ്ങുന്ന 5 ഉദാഹരണങ്ങൾ. അതിൽ ആമിലിനെ പറ്റി പറയണം. ആമിൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ. അപ്പോൾ ആമിൽ എന്താണ്? അംസൽ ആമിലു മുത്തഇബൻ, അംസൽ ആമിലു എന്താ പറയുക, ക്ഷീണിച്ചവൻ അല്ലെങ്കിൽ താബാൻ എന്ന് തുടങ്ങി വളരെ സിമ്പിളായിട്ട് ഷാക്കിറൻ എന്നോ നന്ദി പറയുന്നവൻ എന്നോ അല്ലെങ്കിൽ ഹാമിദൻ എന്നോ അങ്ങനെ വളരെ സിമ്പിളാക്കിയിട്ട് പറഞ്ഞാൽ മതി. അംസയായിരിക്കണം ഫെയില്, ആമിലായിരിക്കണം വിഷയം. അപ്പോൾ ഈ വർക്കുകൾ നിർബന്ധം ചെയ്യാം. പിന്നെ തംരീൻ ഫിൽ ഇറാബ് ഉണ്ട്. തംരീൻ ഫിൽ ഇറാബിൽ 2 ഉദാഹരണങ്ങൾ സോറ ലൈനബ് ജബീബൻ. സോറ ഫീൽ മാലി നബ് ഇസ്മി സോറ മർഫൂ അങ്ങനെ തന്നെ പറയണ്ട. ഇനി ജബീബ് എന്നുള്ളത് ഖബർ, സോറ മൻസൂബ്. യബീത്തു എന്നുള്ളിടത്ത് യബീത്തു ഫീൽ മുലാരി മർഫൂ, ഖിത്താർ എന്നുള്ള ഇസ്മി യബീത്തു മർഫൂ, ഇസ്മി യബീത്ത് മർഫൂ. അതുപോലെ തന്നെ സായർ എന്നുള്ള ഖബർ യബീത്തു മൻസൂബ്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം? ലൈസയും നിങ്ങൾ ഇതുപോലെ എഴുതണം. ലൈസ എന്നുള്ളത് എന്താണ്? ഫീൽ മാലിയാണ്. സുജാജ് എന്നുള്ളത് ഇസ്മു ലൈസ മർഫൂ ആണ്. പിന്നെ അതുപോലെ തന്നെ മക്സൂറ എന്നുള്ളത് ഖബറു ലൈസ മൻസൂബാണ്. അതുപോലെ തന്നെ കാനൽ ബിനാ വാലി എന്നുള്ളത് കാന ഫീൽ മാലി. പിന്നെ ബിനാ എന്നുള്ളത് ഇസ്മു കാന മർഫൂ, ആലിയൻ എന്നുള്ളത് ഖബറു കാന മൻസൂബ്. യുസ്ബിഹു എന്നുള്ളത് ഫീൽ മുലാരി മർഫൂ കേട്ടോ. യബീത്തു എന്നുള്ളത് ഫീൽ മുലാരി മർഫൂ. മിദാദും ബഹറും ഇസ്മു യബീത്തു. പിന്നെ ജാഫൻ എന്നുള്ളതും ഖാരിജൻ എന്നുള്ളതും ഖായിജൻ എന്നുള്ളതും ഖബർ യബീത്തു കേട്ടോ. ഖബർ യബീത്തു എന്നാണ് ആയിജിലുണ്ടാവുക. ജാഫ് എന്നുള്ളിടത്ത് ഖബർ യുസ്ബിഹു എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതിൻ്റെയൊക്കെ നിർബന്ധമായിട്ട് ഇതിൻ്റെ ഷർഹുകൾ ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും.